നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വ്യാഴാഴ്ച വൈകുന്നേരം 6:35 ഡൽഹിയിലെ പാലം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് പുടിന്റെ വിമാനം ലാൻഡ് ചെയ്തത്. വിമാനത്താവളത്തിലെത്തിയ പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിച്ചു. വളരെ ഊഷ്മളമായ സ്വീകരണമാണ് പുടിന് ലഭിച്ചത്. ഇരുകൈകളും നീട്ടി ഹ്രസ്വമായ ആലിംഗനത്തോടെയാണ് പുടിനെയും മോദി സ്വീകരിച്ചത്. ഇരുവരും ഒരേ കാറിൽ ഒരുമിച്ചാണ് പുടിനായി ഒരുക്കിയ താമസ സ്ഥലത്തേക്ക് പോയത്. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. 23ാമത് വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പുടിന്റെ ഈ സന്ദർശനം റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തേതും 2021 ശേഷമുള്ള ആദ്യ ഇന്ത്യൻ യാത്രയുമാണ്. പ്രതിരോധ വ്യാപാര മേഖലകളിൽ നിർണായകമായ നിരവധി കരാറുകൾ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിരോധ മേഖലയിൽ സുപ്രധാനമായ പല തീരുമാനങ്ങളും കരാറുകളും പ്രതീക്ഷിക്കുന്ന ഈ സന്ദർശനത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നതിന്റെ സൂചനയായിട്ടാണ് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള സ്വീകരണത്തെ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ റഷ്യ ബന്ധം എത്രമാത്രം ശക്തമാണെന്ന് എതിരാളികൾക്ക് വ്യക്തമായി സന്ദേശം നൽകുന്നതും കൂടിയായി ഈ നീക്കം മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർ മാത്രം പങ്കെടുക്കുന്ന സുപ്രധാന യോഗമാണ് ആദ്യം നടക്കുക. ഔദ്യോഗിക പരിപാടികൾ നാളെ ആരംഭിക്കും. രാവിലെ 11 മണിയോടെ രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിയുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഹൈദരാബാദ് ഹൗസിലെത്തും. അവിടെ വെച്ചായിരിക്കും പ്രധാനപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക. പുടിന്റെ സന്ദർശന വേളയിൽ ആയുധ കരാറുകൾ ഉണ്ടാവില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ സുഖോയ് 57, S-400 എന്നിവയുടെ കാര്യത്തിൽ പുടിൻ മോദി കൂടിക്കാഴ്ചയിൽ ചർച്ച നടക്കാനാണ് സാധ്യത. എണ്ണ ഇറക്കുമതി അടക്കം വ്യാപാര രംഗത്തെ വിഷയങ്ങളും ചർച്ചയാകുമെന്നും സൂചനകളുണ്ട്. ഉഭയകക്ഷി കരാറുകൾ ഒപ്പുവെക്കുന്നതിനൊപ്പം ഇരു നേതാക്കളുടെയും സംയുക്ത പ്രസ്താവനയും ഉണ്ടാകും. ആൻഡ്രി ബെലോസോവ്, ആന്റൺ സിലുവാനോവ്, വ്ളാഡിമിർ കോളോകോട്സോവ്, സെൻട്രൽ ബാങ്ക് ഗവർണർ എൽവിറ നബിയുള്ളിന എന്നിവരുൾപ്പെടെ 9 ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടുന്ന ശക്തമായ ഒരു റഷ്യൻ പ്രതിനിധി സംഘം പുടിനൊപ്പമുണ്ട്. വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന് പകരം ഡെപ്യൂട്ടി മന്ത്രി ആൻഡ്രി റുഡൻകോയാണ് വിദേശകാര്യ മന്ത്രാലയത്തെ പ്രതിനിധീകരിക്കുന്നത്. പ്രതിനിധി സംഘങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഹൈദരാബാദ് ഹൗസിലാണ് നടക്കുക. പ്രാദേശിക ആഗോള വിഷയങ്ങളിലടക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റഷ്യ-യുക്രൈൻ സംഘർഷത്തിന് ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപ് ഭരണകൂടം ചുമത്തിയ 50% തീരുവ കയറ്റുമതി മേഖലയ്ക്ക് ആഘാതമായ സാഹചര്യത്തിൽ റഷ്യയുമായി വ്യാപാര ബന്ധം വിപുലപ്പെടുത്താനും ഇന്ത്യ ശ്രമിക്കും. US ഭീഷണിയെ തുടർന്ന് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ വെട്ടിച്ചുരുക്കിയിരുന്നു. റഷ്യയിലേക്ക് കൂടുതൽ യന്ത്രഭാഗങ്ങൾ, രാസവസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ എന്നിവ കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യ താൽപ്പര്യപ്പെടുന്നത്. ഇന്ത്യയുമായിട്ടുള്ള ആണവോർജ്ജ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ധാരണാപത്രത്തിന് റഷ്യൻ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്മേൽ US പിഴ ചുമത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ അടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം. ആണവോർജ്ജ മേഖലയ്ക്ക് ആവശ്യമായ സാങ്കേതിക സഹായം ഇന്ത്യക്ക് നൽകാൻ റഷ്യ ഒരുക്കമാണ്. ചെറുകിട റിയാക്ടറുകളുടെ നിർമ്മാണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രതിരോധം, സൈനികേതര ആണവോർജ്ജം, വ്യാപാരം തുടങ്ങിയ രംഗങ്ങളിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരണകൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നും സൂചനകളുണ്ട്. ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തിറക്കാനും വിവിധ മേഖലകളിലെ ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവെക്കാനും സാധ്യതയുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് ഉപദേഷ്ടാവ് യൂറി ഉഷാക്കോവ് പറഞ്ഞു. 2030 വരെ റഷ്യൻ ഇന്ത്യൻ സാമ്പത്തിക സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ ഇടപെടലുണ്ടാകും. പുടിന്റെ ഇന്ത്യ സന്ദർശനം റഷ്യ-ഇന്ത്യ ബന്ധങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ അവസരം നൽകുന്നു. നരേന്ദ്രമോദിയുമായിട്ടുള്ള പ്രധാന ചർച്ചകൾക്ക് പുറമെ റഷ്യ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. വ്യാപാര സാമ്പത്തിക സഹകരണത്തിന്റെ പ്രധാന വശങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.